ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാം, ഇത് വോക്സ്വാഗൻ്റെ അമിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് എങ്ങനെ മാറുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കണ്ടീഷൻ നോക്കാം. ആദ്യം പാഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഔട്ട് സൈഡിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രേക്ക് പാഡിൻ്റെ തിക്നെസ് തീരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, കാലിപ്പറിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും തീരെ കുറവാണ് ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതിന് ഓൾറെഡി ബ്രേക്ക് ലോഡും ലെവൽ കുറവാണ്. അപ്പോൾ ബ്രേക്ക് പാഡ് എങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ പിസ്റ്റൺ ഇത്രയ്ക്ക് വെളിയിലോട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ പിസ്റ്റൺ നമുക്ക് അകത്തോട്ട് തെള്ളി നീക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജി ക്ലാമ്പ് ഉപയോഗിച്ച് കാലിപ്പർ അഴിച്ചെടുത്തിട്ട് ജി ക്ലാമ്പ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലാതെ തന്നെ നമുക്ക് മൈനസ് ഉപയോഗിച്ചും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഒഴിക്കുന്ന ക്യാപ്പ് തുറന്നു വെക്കുക. അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ജസ്റ്റ് പെതുക്കെ തിക്കുക. അതായത് പെതുക്കെ പിസ്റ്റണിൽ ലോഡ് കൊടുക്കുക. പിസ്റ്റണിൽ ലോഡ് കൊടുക്കുമ്പോൾ ഇതൊക്കെ അകത്തോട്ട് കയറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അധികം ഫുള്ള് നല്ല രീതിയിൽ പ്രസ് ചെയ്യരുത്, ഓറിങ്ങൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ ഇത് അകത്തോട്ട് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് പിസ്റ്റൺ അകത്ത് ഇതിപ്പോൾ പിസ്റ്റൺ ഫുള്ളായിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും പിസ്റ്റൺ നേരത്തെ ഇത്ര വന്നിരുന്നതാണ്. കാരണം ബ്രേക്ക് പാഡ് തീരെ കുറവായതുകൊണ്ടാണ് അത്രയും പിസ്റ്റൺ വന്നു നിന്നത്. ഇപ്പോൾ പിസ്റ്റൺ പൂർണ്ണമായിട്ടും അകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ 2 ബോൾട്ടാണ് അഴിക്കേണ്ടത്. അതായത് ഇവിടെ വരുന്ന ഒരു 12ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്, ഇവിടെ അതുപോലെ തന്നെ താഴെയും 12ൻ്റെ ബോൾട്ട് വരുന്നത്. ഈ 2 ബോൾട്ട് നമുക്ക് അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ കാലിപ്പറിൻ്റെ 2 ബോൾട്ടും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് 12 സൈസ് ആയിരിക്കും ബോൾട്ട് വരുന്നത്. ഇനി നമുക്ക് കാലിപ്പർ ബാക്കിലോട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ടയ്ക്കൊട്ടെടുത്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്രേക്ക് പാഡിൻ്റെ തിക്നെസ് നോക്കിയാൽ മനസ്സിലാവും തീരെ കുറവാണ്. തീരെ കുറവാണ് ബ്രേക്ക് പാഡിൻ്റെ തിക്നെസ്. അതുപോലെ തന്നെ ഇതും തീരെ കുറവാണ് ബ്രേക്ക് പാഡിൻ്റെ തിക്നെസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ പിന്നിന് ജാം ഉണ്ടോ എന്ന് മെയിനായിട്ട് നോക്കണം. 2 പിന്നിനും ജാം ഉണ്ടോ എന്ന് കറക്റ്റ് നോക്കുക. ജാം ഉണ്ടെങ്കിൽ അഴിച്ചത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം പിന്നിന് ജാമോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അതുപോലെ തന്നെ പ്ലേയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ പുതിയ ബ്രേക്ക് പാഡ് എടുത്തിട്ടുണ്ട്. പുതിയ ബ്രേക്ക് പാഡിൻ്റെ കനം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും തീരെ പഴയത് തീരെ കനക്കുറവാണ്. ഒക്കെ നല്ല രീതിയിൽ തേഞ്ഞ് പോയിട്ടുണ്ട് ബ്രേക്ക് പാഡ്. അപ്പോൾ പുതിയ ബ്രേക്ക് പാഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ടി വി എസിൻ്റെയാണ് ബ്രേക്ക് പാഡ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ടിൻ്റെ അറ്റത്തും നമ്മൾ ഗ്രീസ് തൂത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്ലേറ്റാണ് ഇടേണ്ടത്. അപ്പോൾ പ്ലേറ്റ് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ബ്രേക്ക് പാഡിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് ഇൻസൈഡും ഔട്ട് സൈഡും ഉണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഇൻസൈഡ് ഔട്ട് സൈഡ്. അഥവാ ഇത് എഴുതിയില്ലെങ്കിൽ പോലും നമ്മൾ ഇടേണ്ടത് ഈ ഭാഗം വരുന്നത് പിസ്റ്റൺ സൈഡായിരിക്കും വരുന്നത്. അതായത് അകത്തെ സൈഡിലായിരിക്കും ഈ ഭാഗം വരുന്നത്. ഈ ഭാഗം വരുന്നത് ഔട്ടർ സൈഡും ആയിരിക്കും വരുന്നത്. അതായത് കാലിപ്പറിൻ്റെ സൈഡും ആയിരിക്കും, കാലിപ്പറിൻ്റെ ഔട്ടർ സൈഡും ആയിരിക്കും വരുന്നത്. ഈ ഭാഗം പിസ്റ്റൺ സൈഡായിരിക്കും വരുന്നത്. കാരണം പിസ്റ്റൺ ഈ ഒരു റൗണ്ടിലായിരിക്കും വരുന്നത്. കാരണം പിസ്റ്റൺ ഈ ഒരു റൗണ്ടിലായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഈ സൈഡ് പിസ്റ്റൺ സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ കാലിപ്പറിൻ്റെ 2 ഹുക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത് കാലിപ്പർ. അപ്പോൾ ഈ സൈഡ് ഔട്ട് സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പിന്നിൽ മുട്ടിയിട്ട് അണീവനായിട്ട് ബ്രേക്ക് പാഡ് തേയാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബ്രേക്ക് ജാം ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില വണ്ടികളിൽ വോക്സ്വാഗൺ, ഫോർഡ് ഇങ്ങനെയുള്ള വണ്ടികളിലൊക്കെ ഇൻസൈഡും ഔട്ട് സൈഡും ബ്രേക്ക് പാഡ് മെൻഷൻ ചെയ്തിരിക്കും. അഥവാ മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഈ ഒരു പിന്ന് നോക്കി കറക്റ്റായിട്ട് ഇടുക. അപ്പോൾ അതെങ്ങനെ ഇടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൻ്റെ പ്ലേറ്റ് ഫിറ്റ് ചെയ്യും. പ്ലേറ്റ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. ക്ലീൻ ചെയ്ത് പ്ലേറ്റ് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലോക്ക്, ഈ ഭാഗത്ത് 2 ലോക്ക് വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു ആംഗിളിലായിരിക്കും വെക്കുന്നത്. ഈ ഒരു ലോക്ക് ഇതിന് അകത്തായിട്ടായിരിക്കും കയറി പോകുന്നത്. അതായത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റ് പ്രസ് ചെയ്ത് വിടുക. അപ്പോൾ ഈ ഒരു ആംഗിളിലായിരിക്കും ഇത് ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മുകളിലത്തേതും ഫിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലോക്ക് ഈ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ജസ്റ്റ് കയറ്റി വെക്കുക, അതിനുള്ളിലായിട്ട് കയറ്റി വെക്കുക. കറക്റ്റ് സെൻറ്റർ ചെയ്യുക. അപ്പോൾ ഈ പിന്ന് കറക്റ്റായിട്ട് തന്നെ അതിനുള്ളിൽ കയറിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ബ്രേക്ക് പാഡ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്രേക്ക് പാഡ് നമ്മൾ നോക്കുക. ഈ അകന്ന പിന്ന് വരുന്നത് എപ്പോഴും കാലിപ്പർ സൈഡിലായിരിക്കും വരുന്നത്. അതായത് പിസ്റ്റൺ സൈഡിലായിരിക്കും വരുന്നത്, അകത്തായിരിക്കും വരുന്നത്. ഇത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് പാഡ് ഇടാനായിട്ട് ജസ്റ്റ് ഈ ഒരു ആംഗിൾ ഇതിനകത്തോട്ട് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം ബ്രേക്ക് പാഡിനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അകത്ത് കയറും. അതുപോലെ തന്നെ ഈ പിന്ന് നോക്കുക, ഇത് ഔട്ട് സൈഡിലായിരിക്കും വരുന്നത്. അതായത് കാലിപ്പറിൻ്റെ സൈഡിലായിരിക്കും വരുന്നത്.
അപ്പോൾ ഇതും അതേപോലെ തന്നെ ജസ്റ്റ് കയറ്റി വെക്കുക, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിലായിട്ട് കയറി വീഴും. അപ്പോൾ ഇനി നമുക്ക് കാലിപ്പർ ഫിറ്റ് ചെയ്യാം. കാലിപ്പർ ജസ്റ്റ് കയറ്റി വെക്കുക. നമ്മൾ ഓൾറെഡി പിസ്റ്റൺ അകത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെട്ടുണ്ട്. ഈ വെട്ട് കറക്റ്റായിട്ട് നോക്കുക. ഈ ഒരു ഗ്രൂവിലായിരിക്കും ഈ വെട്ട് വന്ന് കയറി കിടക്കുന്നത്. അത് കറക്റ്റായിട്ട് നോക്കിയിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ബോൾട്ട് കയറാൻ പാടായിരിക്കും. ചിലപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ബോൾട്ട് ഒടിഞ്ഞു പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ ആ വെട്ടിൽ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ വെട്ടിൽ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബോൾട്ട് ഇടുക. ബോൾട്ട് സെയിം ബോൾട്ട് തന്നെയാണ് മുകളിലും താഴെയും വരുന്നത്. 12ൻ്റെ ആയിരിക്കും ബോൾട്ട് വരുന്നത്. ഇനി ബോൾട്ട് ഇടുക, ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക. ഇതിൻ്റെ 2 ബോൾട്ടും 12ൻ്റെ 2 ബോൾട്ടും ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, പിസ്റ്റണിൻ്റെ നമ്മൾ ബ്രേക്ക് പാഡിൽ കണ്ട അകന്ന 2 പിന്ന് വരുന്നത് അകത്താണ് ഇട്ടത്, അടുത്തുള്ള 2 പിന്ന് വരുന്നത് വെളിയിലാണ് ഇട്ടത്. അപ്പോൾ ഈ അകന്നുള്ള പിന്ന് നമ്മൾ വരുമ്പോൾ ഈ ഭാഗത്തായിട്ടായിരിക്കും ഈ അകന്ന പിന്ന് വരുന്നത്. അപ്പോൾ കാലിപ്പറിൻ്റെ ഈ ഹോൾഡറിൽ ടച്ചായിട്ട് നിൽക്കും. ടച്ചായിട്ട് നിൽക്കുമ്പോൾ ബ്രേക്ക് പാഡ് കറക്റ്റായിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ബ്രേക്ക് പാഡ് ചരിഞ്ഞ് തേയാൻ തുടങ്ങും. അതുപോലെ തന്നെ ബ്രേക്ക് ജാം ആവാനുമുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻസൈഡ് ഔട്ട് സൈഡ് കറക്റ്റായിട്ട് നോക്കിയിടുക. അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് മാറിക്കഴിഞ്ഞാൽ ബ്രേക്ക് പമ്പ് ചെയ്യുക. ബ്രേക്ക് പമ്പ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഓൾറെഡി പിസ്റ്റൺ തള്ളുമ്പോൾ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് കറക്റ്റായിട്ട് വന്ന് ലെവലിൽ നിൽക്കും കുറവുള്ള സമയത്ത്. ഇതിനെ സംബന്ധിച്ചോളം ബ്രേക്ക് ഫ്ലൂയിഡ് കുറവുണ്ട്. കാരണം അത് ബ്രേക്ക് പാഡ് ഇത്രയും തീർന്നു പോയത് കണ്ടാണ് ബ്രേക്ക് ഫ്ലൂയിഡ് താഴോട്ട് വന്നത്. കാരണം ഈ പിസ്റ്റൺ ഫ്രണ്ടിലോട്ട് ഒത്തിരി വന്നപ്പോൾ അത്രയും ബ്രേക്ക് ഫ്ലൂയിഡ് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ബ്രേക്ക് പാഡ് മാറിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പമ്പ് ചെയ്യുക. പമ്പ് ചെയ്തതിന് ശേഷം ബ്രേക്ക് പെഡൽ കറക്റ്റായതിന് ശേഷം വണ്ടി ഓടിച്ചു നോക്കുക. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ പെട്രോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എയർ അടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡസ്റ്റ് പറക്കാനുള്ള ചാൻസ് ഉണ്ട്. പെട്രോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വോക്സ്വാഗൺ അമിയോയുടെ ബ്രേക്ക് പാഡ് എങ്ങനെയാണ് മാറുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.